ഗൗതം, വീണ്ടും ഒരു വശത്ത് നടക്കുന്നത് കടുത്ത അവഗണന, മറുവശത്താണെങ്കിലോ കാട്ടുകൊള്ള, സംഘടിത കൊള്ളയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഗൗതം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ദേവസ്വം ബോർഡ്. എന്തിനാണാവോ? നോട്ടീസ് ലഭിച്ച 6 ഉദ്യോഗസ്ഥരിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണനാണ് മറുപടി നൽകിയത്. നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് RG രാധാകൃഷ്ണന്റെ മറുപടി. നോട്ടീസ് ചട്ടലംഘനമെന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ RG രാധാകൃഷ്ണൻ നമ്മുടെ ഡിബേറ്റുകളിലൊക്കെ സജീവമായി വന്നിട്ട് പല കാര്യങ്ങളും അദ്ദേഹം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ്ന ചേരുന്നുണ്ട്. ഗൗതം, ചോദിക്കാം. ദിസ്ന, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ പറയുന്നത്? തീർച്ചയായും ഗൗതം, എന്തായാലും ദേവസ്വം ബോർഡ് കണ്ണിൽ പൊടിയിടാനാണോ ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് തുടക്കം കുറിച്ചത് എന്നറിയില്ല. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുള്ളത്. 6 ഉദ്യോഗസ്ഥർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇതിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ RG രാധാകൃഷ്ണൻ തിരിച്ച് ഒരു മറുപടിയും നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഈ മറുപടിയിൽ ബോർഡിനെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് RG രാധാകൃഷ്ണൻ നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസ് ചട്ടലംഘനമാണെന്നാണ് RG രാധാകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വിശദീകരണം ചോദിക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇപ്പോൾ ഈ ബോർഡിന് നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ബോർഡുമായി ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചുമതല നിർവഹിച്ചിട്ടുണ്ടെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കം തടയുമെന്നൊരു ഭീഷണിയും ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ബോർഡ് നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എടുക്കുന്ന ആദ്യ നടപടി എന്ന് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. 6 ഉദ്യോഗസ്ഥർക്ക്, വിരമിച്ച 6 ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൃത്യമായി ഇതിനൊരു മറുപടി നൽകാത്ത പക്ഷം ഇവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുമെന്ന കാര്യവും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൗതം, അല്ല, ഈ ബോർഡിന് കീഴിൽ കൃത്യമായി തന്നെ ക്ഷേത്ര സ്വത്തുക്കളൊന്നും സുരക്ഷിതമല്ല. ഞാൻ മനസ്സിലാക്കുന്ന അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെങ്കിൽ ഗൗരവം കൂടുകയാണ്. പറയുന്നത് ആരാണ്? മുൻ തിരുവാഭരണം കമ്മീഷണറാണ്. തീർച്ചയായും ഷം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഇത്തരത്തിലൊരു നോട്ടീസ് ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടിയാണ് RG രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ബോർഡിനെ യാതൊരു തരത്തിലുള്ള അധികാരവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് ചട്ടലംഘനമാണെന്നാണ് ഈ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഡിബേറ്റിൽ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് കൃത്യമായ ആളുകളിലേക്ക് അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എത്താതെ ചില ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് കണ്ണിൽ പൊടിയിടുവാനായി ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. നേരത്തെ ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ദേവസ്വം ബോർഡ് ഇത്തരം ഒരു നടപടിക്ക് തുനിഞ്ഞിരിക്കുന്നത്. ശ്യാംബാബു, വളരെയധികം നന്ദി. വളരെ കൃത്യമായ വിലയിരുത്തലാണ് ദിസ്ന നൽകിയിരിക്കുന്നത്.